ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് നമ്മുടെ 75ാമത്തെ പാർട്ടാണ്. പാർവണയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓടി വന്നതല്ലേ. എന്തായാലും ശിവ രക്ഷിക്കാൻ പോയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം കേട്ടോ. നീ എവിടെയാ പാർവണ? എന്നോടുള്ള ദേഷ്യത്തിന് നീ എങ്ങോട്ടാ പോയേ? നീ ഇല്ലാതെ എനിക്ക് പറ്റുന്നില്ലടി. വേഗം തിരിച്ചു വാ പാർവണ, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഫോണിലേക്ക് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു. അവൻ അത് ഓപ്പൺ ചെയ്ത് നോക്കി. ഒരു ലൊക്കേഷനായിരുന്നു അത് ആരാണ് അയച്ചതെന്നോ എന്തിനാണ് അയച്ചതെന്നോ അറിയില്ല. പക്ഷേ പാർവണിയുമായി ബന്ധമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ശിവ കാർ മുന്നോട്ടെടുത്തു. ലൊക്കേഷൻ നോക്കി വന്ന ശിവയുടെ കാർ വന്നു നിന്നത് ഒരു പഴയ വർക്ക്ഷോപ്പിന് മുന്നിലാണ്. കുറേ കാലങ്ങളായി പൂട്ടിക്കിടന്ന സ്ഥലമായിരുന്നു അത് എന്ന് അവന് മനസ്സിലായി. ശിവ കാറിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടന്നു. തുറന്നു കിടക്കുന്ന വാതിലിലൂടെ അവൻ അകത്തേക്ക് കയറി. പാർവണ, പാർവണ! അവൻ അവളെ വിളിച്ചെങ്കിലും ഒരു പ്രതികരണവും ഉണ്ടായില്ല. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നതും തറയിലാകെ പടർന്നു കിടക്കുന്ന രക്തം കണ്ട് ശിവ ഒന്ന് പതറി. പാർവണ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ? അവൻ്റെ ഹൃദയമിടിപ്പ് ക്രമാതീതമായി ഉയരാൻ തുടങ്ങി. പാർവണ, നീ എവിടെയാടി? അവൻ അലറിക്കൊണ്ട് വിളിച്ച് മുന്നോട്ട് നടന്നു. പെട്ടെന്ന് മുന്നിലുള്ള കാഴ്ച കണ്ട് അവൻ്റെ കാലുകൾ നിശ്ചലമായി. തറയിൽ ബോധമില്ലാതെ കിടക്കുന്ന പാർവണ. അടുത്ത നിമിഷം അവൻ അവളുടെ അരികിലേക്ക് ഓടിയെത്തി. അവളുടെ തല തൻ്റെ മടിയിലേക്ക് എടുത്തു വെച്ചു. പാർവണ, കണ്ണു തുറക്ക്! അവൻ അവളുടെ കവിളി തട്ടി വിളിച്ചു. പക്ഷെ അവളിൽ നിന്നൊരു പ്രതികരണവുമില്ല. കണ്ണു തുറക്കടി! നീ എന്നെ വെറുതെ പേടിപ്പിക്കാൻ കണ്ണടച്ച് കിടക്കാതെ. പാർവണ, കണ്ണു തുറക്ക്! അവൻ വീണ്ടും വിളിച്ചു. നീ എന്നെ ഒരിക്കലും വിട്ടു പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നീയും എന്നെ വിട്ട് തനിച്ചാക്കി പോവുകയാണോ? നീ കൂടെ ഉപേക്ഷിച്ചു പോയാ പിന്നെ ഈ ശിവയ്ക്ക് ആരുമില്ലടി. കണ്ണു തുറക്ക് പാർവണ! അവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ എൻ്റെ ജീവനാടി, എന്നെ പോയിട്ട് പോവില്ലടി. ശിവ അല്ലാതെ കൊണ്ട് പറഞ്ഞതും പാർവണ കണ്ണുകൾ പതിയെ തുറന്നു. പാർവണ! അവൻ അവളെ തട്ടി വിളിച്ചു. പക്ഷെ വീണ്ടും അവളുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു. ശിവ വേഗം അവളെ കോരിയെടുത്ത് കാറിനരികിലേക്ക് നടന്നു. കാഷ്വാലിറ്റിയുടെ പുറത്ത് തലയ്ക്ക് കൈ കൊടുത്ത് ശിവ ഇരിക്കുന്നുണ്ട്. അതിന് കുറച്ചപ്പുറത്തായി കരഞ്ഞു തളർന്ന ദേവയും തോളിൽ ചാരി രേവതി ഇരിക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് ഡോക്ടർ കാഷ്വാലിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോക്ടർ, പാർവണയ്ക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ശിവ ഡോറിനരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഫിസിക്കലി ആ കുട്ടി ഓക്കെയാണ്, പക്ഷേ എന്താ ഡോക്ടർ, എന്താ ഒക്കെ പറ്റിയേ? ശിവ വെപ്രാളത്തോടെ ചോദിച്ചു. താനിങ്ങനെ ടെൻഷൻ ആവാതെ ശിവരാ, താൻ എൻ്റെ റൂമിലേക്ക് ഒന്ന് വരൂ. അത് പറഞ്ഞ് ഡോക്ടർ പോയി. ദേവേട്ടാ, തുമ്പി അവൾക്ക് എന്തെങ്കിലും? നീ ഇങ്ങനെ കരയാതെ ദേവ, അവൾക്കൊന്നുമില്ല. ദേവ അവളെ സമാധാനിപ്പിച്ചു. ശിവ, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാം. വേണ്ട ദേവ, നീ ഇവിടെ ദേവുവിൻ്റെ കൂടെ ഇരിക്കേ, ഞാൻ ഡോക്ടറെ പോയി കണ്ടോളാം. അത് പറഞ്ഞ് ശിവ ഡോക്ടറുടെ റൂമിലേക്ക് നടന്നു. ഇരിക്ക് ശിവരാ. അത് കേട്ട് ശിവ ചെയറിലേക്ക് ഇരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോക്ടർ? പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ ഡോക്ടർ? ഞാൻ പറയാം. അതിനു മുമ്പ് എനിക്ക് മറ്റു ചില കാര്യങ്ങൾ അറിയണം. ശിവരാഗിൻ്റെയും പാർവണിയുടെയും കല്യാണം കഴിഞ്ഞിട്ട് എത്ര കാലമായി? 2 ആഴ്ച കഴിഞ്ഞു. നിങ്ങൾ തമ്മിൽ എത്ര കാലത്തെ പരിചയമുണ്ട്? ഒരു 2-3 മാസം, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ ആഫ്റ്റർ മാരേജ് ലൈഫ് എങ്ങനെയാണ്? ഐ മീൻ, നിങ്ങൾ രണ്ടുപേരും നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നോ? അതോ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ശത്രുക്കളുണ്ടോ? അങ്ങനെ പറയത്തക്ക ശത്രുക്കളൊന്നും ആരുമില്ല. പാർവണ ഇപ്പം മെൻ്റലി കുറച്ച് വീക്കാണ്. ആ കുട്ടിയുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കാൻ പാകത്തിലുള്ള എന്തോ ഒരു ഷോക്ക് ആ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഓൾറെഡി നിങ്ങൾക്കിടയിൽ പ്രശ്നം കാരണം ആ കുട്ടി സ്ട്രെസ്ഡ് ആയിരുന്നു. അതിനൊപ്പം പേടിപ്പെടുത്തുന്ന ആ സംഭവം നേരിട്ട് കാണുകയോ അനുഭവിക്കുകയോ ചെയ്തുകൊണ്ടാവണം ഇങ്ങനെ ഉണ്ടായത്. ഡോക്ടർ, ഇനി എന്താ ചെയ്യുക? താൻ ടെൻഷനാവാതെ. മെഡിസിനും പിന്നെ സ്നേഹിക്കുന്നവരുടെ കെയറിങ്ങും അവളെ ഇതിൽ നിന്നെല്ലാം തിരിച്ചു കൊണ്ടുവരും. പക്ഷേ അതിനു മുമ്പ് പാർവണയ്ക്ക് അവിടെ വെച്ച് എന്താ സംഭവിച്ചതെന്ന് അറിയണം. ഞാൻ എന്തായാലും ഒരു സൈക്യാട്രിസ്റ്റിനെ റെഫർ ചെയ്യാം. ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിച്ച അതിനനുസരിച്ച് ചെയ്യാം. ശിവ തലയ്ക്ക് കൈ കൊടുത്ത് ചെയറിലേക്ക് ചാരിയിരുന്നു. ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയതല്ലേ, അപ്പോഴേക്കും
അവൾ എന്നെ നിന്ന് അകറ്റി. എനിക്ക് മാത്രം എന്തെങ്കിലും സംഭവിക്കുന്നത്? ശിവര, ആർ യു ഓക്കെ? അവൻ്റെ ഇരിപ്പ് കണ്ട് ഡോക്ടർ ചോദിച്ചു. യാ ഡോക്ടർ. താനിങ്ങനെ അപ്സെറ്റ് ആവാതെ, ഒന്നില്ലെങ്കിലും താനൊരു ഡോക്ടറല്ലടോ. ഡോക്ടർ അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ഓക്കെ ഡോക്ടർ, ഐ ക്യാച്ച് ലേറ്റർ. ശിവ ഡോക്ടറോട് പറഞ്ഞു നേരെ കാഷ്വാലിറ്റിയിലേക്ക് നടന്നു. പാർവണം കിടക്കുന്ന റൂമിൽ ബഹളം കേട്ടാണ് ശിവ അവിടേക്ക് എത്തിയത്. റൂമിനരികിലേക്ക് കയറിയതും അവൻ കാണുന്ന കാഴ്ച ബഹളം വെക്കുന്ന പാർവണയാണ്. ദേഷ്യപ്പെട്ടുകൊണ്ട് അവൾ ബെഡ്ഷീറ്റും പില്ലോയും എല്ലാം എടുത്തെറിയുന്നുണ്ട്. അവളെ പിടിച്ച് നിർത്താൻ രേവതിയും നേഴ്സും ശ്രമിക്കുന്നുണ്ടെങ്കിലും പാർവണ കൂടുതൽ വയലൻ്റ് ആവുകയാണ് ചെയ്തത്. പാർവണ. ശിവയുടെ വിളി കേട്ടതും പാർവണ പെട്ടെന്ന് സൈലൻ്റായി. അവൾ കണ്ണിമ വെട്ടാതെ തൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന ശിവയെ തന്നെ നോക്കിയിരുന്നു. എന്താ എന്താ പ്രശ്നം? ശിവ ചോദിച്ചു. ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട് ഡോക്ടർ, പക്ഷേ ഈ കുട്ടി അതിന് സമ്മതിക്കുന്നില്ല. ആണോ പാർവണ? ശിവ അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. പക്ഷെ അവളൊന്നും മിണ്ടാതെ അവനെ നോക്കിയിരിക്കുക മാത്രമാണ് ചെയ്തത്. എങ്ങതാ, ഞാൻ എടുക്കാം. ശിവ അത് പറഞ്ഞ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് സിറിഞ്ച് വാങ്ങി പാർവണയുടെ കയ്യിൽ ഇഞ്ചക്ഷൻ എടുത്തു. ശിവ വന്നതും അടങ്ങിയിരിക്കുന്ന പാർവണയെ കണ്ട് രേവതിക്ക് അത്ഭുതം തോന്നിയിരുന്നു. ഇയാൾ പോയിക്കോളൂ, ഞങ്ങളിവിടെ ഉണ്ട്. അത് പറഞ്ഞ നേഴ്സ് പുറത്തേക്ക് പോയി. ശിവേട്ടാ, തുമ്പി അവൾക്ക് എന്താ പറ്റിയേ? അവളെന്തെങ്കിലുമൊക്കെ? രേവതി കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ദൈവം നിനക്കറിയാതെ, പാർവണയ്ക്കൊന്നുമില്ല. ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞ് മാറും. ശിവ അവളെ സമാധാനിപ്പിച്ചു. ഞാനടുത്തേക്ക് വരുമ്പോൾ അവളെന്തേലും ഇങ്ങനെ വയലൻ്റ് ആവുന്നേ? അറിയില്ല ദേവു, നമ്മളെന്തായാലും നാളെ സൈക്കോളജിസ്റ്റിനെ ഒന്ന് കാണിക്കണം. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയുള്ളൂ. അപ്പോഴേക്കും ഭക്ഷണവും വസ്ത്രവും മരുന്നുമായി ദേവു വന്നിരുന്നു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ശിവ ദേവയോട് പറഞ്ഞിരുന്നു. ദേവു, ഒരു ഹെൽപ്പ് ചെയ്യോ? പാർവണയുടെ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനെന്താ ശിവ? ഞാൻ മാറ്റിക്കൊടുക്കാം. അത് പറഞ്ഞ് രേവതി ദേവയുടെ കയ്യിലുള്ള കവറുകൾ വാങ്ങി അതിൽ നിന്നും പാർവണയ്ക്കുള്ള ഡ്രസ്സുകൾ എടുത്ത് കയ്യിൽ പിടിച്ചു. വാ തുമ്പി, നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റാം. രേവതി പാർവണയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ തുമ്പി അവളുടെ കൈ ദേഷ്യത്തോടെ തട്ടി അറിഞ്ഞ് രേവതിയെ നോക്കുമായിരുന്നു. തുമ്പി വാ. രേവതി വീണ്ടും അവളുടെ കൈ പിടിച്ച് പറഞ്ഞതും പാർവണ രേവതിയെ ശക്തിയായി പിന്നിലേക്ക് തള്ളി. തള്ളലിൻ്റെ ആഘാതത്തിൽ രേവതി പിന്നിലേക്ക് വീഴാൻ പോയതും ദേവ അവളെ താങ്ങി പിടിച്ചിരുന്നു. നീ എന്താ പാർവണയെ കാണിക്കണേ? എന്തിനാ അവളെ തള്ളിയേ? ശിവദേഷ്യത്തോടെയാണ് ചോദിച്ചത്. എന്നാൽ പാർവണ ഒന്നും മിണ്ടാതെ പേടിയോടെ ബെഡിൻ്റെ സൈഡിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ചെയ്തത്. അവൾ പേടിച്ചിട്ടാവും ശിവ, ദേവ പറഞ്ഞു. എന്ന് വെച്ച് ഇങ്ങനെയാണോ ചെയ്യണ്ടേ? ശിവ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ, അവൾ അറിയാതെയല്ലേ. അത് കേട്ട് ശിവ ശ്വാസം നാഞ്ഞു വലിച്ച് ദേഷ്യം സ്വയം നിയന്ത്രിച്ചു. ശേഷം പാർവണയുടെ അരികിലേക്ക് നടന്നു. പാർവണ, ഇത് നമ്മുടെ ദേവുവല്ലേ? നിനക്ക് നമ്മുടെ ദേവുവിന് ഓർമ്മയില്ലേ? ശിവ അവളുടെ അരികിലിരുന്നുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് പാർവണ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. അതെ പാർവണ, ഇത് നമ്മുടെ ദേവുട്ടാ, നിനക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാ. നീ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ദേവുവിന് സങ്കടാവില്ലേ? ഇങ്ങനെയൊന്നും ചെയ്യരുതിട്ടാ. ദേവിൻ്റെ ഒപ്പം പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ, ഇത് മൊത്തം പൊടിയെടുക്കല്ലേ. ശിവ പറഞ്ഞൊന്നും ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. ശിവയ്ക്ക് ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ശിവ ദേഷ്യത്തോടെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയതും പാർവണ വീണ്ടും വയലൻ്റ് ആവാൻ തുടങ്ങി. ശിവ, നീ എന്താ ചെയ്യണേ? നീ എന്തിനാ ദേഷ്യപ്പെടണേ? അവൾ നിന്നോടല്ലാതെ വേറെ ആരോടും അടുക്കുന്നില്ല. അപ്പം നീയല്ലേ അവളെ കെയർ ചെയ്യണ്ടേ? ആ സമയം ഇങ്ങനെ ദേഷ്യപ്പെട്ട് എന്താ ചെയ്യുക? ദേവ പുറത്തേക്ക് വന്നുകൊണ്ട് ശിവയോട് ശാസനയോട് പറഞ്ഞു. പറ്റുന്നില്ലടാ അവളിങ്ങനെയൊക്കെ കാണാൻ. എപ്പോഴും കളിച്ച് ചിരിച്ച് നടന്ന അവള് ഇങ്ങനെയൊരവസ്ഥയിൽ കാണുമ്പോൾ എനിക്കെന്തോ. ഇങ്ങനെയൊരവസ്ഥ വന്നത് അവളുടെ തെറ്റുകൊണ്ടല്ലല്ലോ. അവളെ പഴയ പോലെ ആക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. അതിന് ശ്രമിക്കാൻ നീ ഇങ്ങനെ ഒഴിഞ്ഞു മാറുകയാണോ ചെയ്യണ്ടേ? ഒന്നാലോചിച്ചപ്പോൾ ദേവ പറഞ്ഞു ശരിയാന്ന് ശിവയ്ക്കും തോന്നി. അവനൊരു ദീർഘശ്വാസത്തോടെ വീണ്ടും റൂമിലേക്ക് കയറി വന്നു. വാ. അത് പറഞ്ഞ് ശിവ അവളെ പിടിച്ച് ബാത്റൂമിലേക്ക് നടന്നു. പിന്നാലെ രേവതിയും. ശിവ ബൈ സ്റ്റാൻഡർക്ക് ഇരിക്കാനുള്ള ചെയർ എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് അവളെ ഇരുത്തി. ദേവ് ഡ്രസ്സ് മാറ്റി കൊടുത്തോളൂ, ഞാനിവിടെ പുറത്തുണ്ടാവും. അത് പറഞ്ഞ് ശിവ പുറത്തേക്ക് ഇറങ്ങാൻ നിന്ന് പാർവണ അവൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ച് അവനെ പോവാൻ സമ്മതിക്കാതെ ഇരുന്നു. നീ പേടിക്കണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. ദേവ് ഡോർ ക്ലോസ് ചെയ്യണ്ട, ഞാൻ ഇവിടെ നിൽക്കാം. ശിവ ബാത്റൂമിൽ നിന്നും പുറത്തിറങ്ങി തിരിഞ്ഞാണ് നിന്നത്. രേവതി വേഗം തന്നെ അവളുടെ ഡ്രസ്സുകളെല്ലാം മാറ്റിക്കൊടുത്തു.
ശിവ അവിടെ നിൽക്കുന്നത് കൊണ്ട് പാർവണി നല്ല കുട്ടിയായിരുന്നു. ഇത്രയും സമയമായില്ലേ, നിങ്ങൾ വീട്ടിലേക്ക് പൊക്കോ, ശിവ ദേവയോടും ദേവുവിനോടായി പറഞ്ഞു. വേണ്ട ശിവേട്ടാ, ഞാൻ ഇവിടെ നിന്നോളാം. അതിൻ്റെ ആവശ്യമില്ല ദേവു, വെറുതെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നിങ്ങൾ പോയിട്ട് പിന്നെ വന്നാൽ മതി, ശിവ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് ദേവയും ദേവും പോയതും ശിവ വാതിൽ ലോക്ക് ചെയ്ത് പാർവണിയുടെ അരികിൽ വന്നിരുന്നു. ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ചിട്ട് വരാം, നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ, ശിവ അവളുടെ കവളിയെ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. പാറുണ ബാത്റൂമിലെ ഡോറിലേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. കുളി കഴിഞ്ഞ് ശിവ വന്നപ്പോഴേക്കും സമയം പുലർച്ചെ 5 മണിയായിരുന്നു. നിനക്ക് ഉറക്കം വരുന്നില്ലേ, ശിവ അവളോട് ചോദിച്ചു. അവളില്ല എന്ന് തലയാട്ടി. സാരമില്ല, കണ്ണടച്ച് കിടന്നോ, അപ്പോൾ ഉറക്കം വരും, അത് പറഞ്ഞ ശിവ അവളെ എടുത്ത് ബെഡിൻ്റെ സൈഡിലേക്ക് നീക്കി കിടത്തി. തൊട്ടടുത്തായി അവനും കിടന്നു. അവൻ അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നെറുകയിൽ തലോടിക്കൊണ്ട് കിടന്നു. പാർവണിയാണെങ്കിൽ ശിവയെ കണ്ണെടുക്കാതെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്താടി എന്നെ ഇങ്ങനെ നോക്കണേ, നീ എന്തെന്നെ ആദ്യമായിട്ട് കാണുകയാണോ? എന്നാൽ അവളൊന്നും മിണ്ടാതെ അതേ കിടപ്പ് കിടന്നു. വാ തുറന്ന് എന്തെങ്കിലും പറയടി, നിനക്ക് ഇങ്ങനെ ഒരവസ്ഥ ഉണ്ടാവും മാത്രം, നിനക്ക് എന്താ സംഭവിച്ചേ? ശിവ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും അവളൊന്നും മിണ്ടാതെ കിടന്നു. പതിയെ പാർവണിയുടെ കണ്ണുകൾ അടഞ്ഞു. അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് അവൾ ഉറങ്ങി. നിന്നെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും പാർവണ, എനിക്ക് നിന്നെ വേണം, ജീവിതകാലം മുഴുവൻ എൻ്റെ പെണ്ണായി എന്നും നീ കൂടെ ഉണ്ടാവണം, ശിവ അവളെ ഇറുക്കെ പുണർന്നുകൊണ്ട് പറഞ്ഞു. രാവിലെ തന്നെ ശിവയും പാർവണയും കൂട്ടി സൈക്കോളജിസ്റ്റിനെ കാണിക്കാനായി കൺസൾട്ടൻ്റെ റൂമിലേക്ക് പോയി. ഡോക്ടർ അവളെ ബെഡിലേക്ക് കിടത്തി. ഡോക്ടർ പറയുന്നതിനനുസരിച്ച് പാർവണ പതുക്കെ കണ്ണുകൾ അടച്ചു. നമ്മൾ പാർവണയെ ഹിപ്നോട്ടിസം ചെയ്യാൻ പോവാണ് ശിവരാജ്, അത് പറഞ്ഞ് പാർവണ കിടക്കുന്ന ബെഡിലേക്ക് ഡോക്ടർ ഇരുന്നു. ഇന്നലെ എന്താണ് സംഭവിച്ചത് പാർവണ? ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ പാർവണ എവിടേക്കാണ് പോയേ? ഞാൻ ഇന്നലെ കരഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. ഹോസ്പിറ്റലിലെ ഗേറ്റിനരികിലേക്ക് ഞാൻ എത്തുന്നതിന് മുമ്പേ എന്നെ ആരും പിന്നെയെന്ന് വിളിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി വരുന്ന അനുരാഗിനെ കണ്ടേ. അവനെ കണ്ടത് ഞാൻ വേഗം കണ്ണു തുടച്ച് മുഖത്തൊരു ചിരിയൊക്കെ വരുത്തി. അവൻ എൻ്റെ അരികിലേക്ക് വന്ന് ഞാൻ എന്താ ഇവിടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ശിവയെ കാണാൻ വന്നാന്ന് പറഞ്ഞു. അവനൊരു കാര്യത്തിലാണ് പുറത്തേക്ക് പോയത്, പോകുന്ന വഴി എന്നെ വീട്ടിലാക്കി തരാമെന്ന് പറഞ്ഞു അത്ര. ഞാൻ അപ്പം തന്നെ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. ഞാൻ വരുന്നില്ല എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അവൻ എൻ്റെ കയ്യെ കയറി പിടിച്ചു. അപ്പോൾ ബാക്കി നാളെ കേൾക്കാട്ടോ. അയ്യ കേട്ടിരിക്കുകയാണെങ്കിൽ ഈ പാർവണയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒരു താൽക്കാലിക അവസ്ഥയാണ്. ചെറിയ സങ്കടങ്ങളൊക്കെ വലിയ സന്തോഷത്തിലേക്കാണല്ലോ. പിന്നെ എൻ്റെ കണ്ണന് വെറുതെ കുറ്റം പറയുന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സ്വന്തമായിട്ട് മാക്കുന്നതല്ലല്ലോ, വിട്ടുകൊടുക്കുന്നതും പ്രണയമാണല്ലോ എന്നൊക്കെ സ്റ്റാറ്റസിലും വീഡിയോസിലൊക്കെ പറയാനും എളുപ്പമാണ്. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോൾ പലതും സെൽഫിഷായിരിക്കും. അങ്ങനെയല്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു ഒലിച്ചോട്ട കല്യാണവും ആക്സിഡൻറ്റോ ആക്രമോ കൊലപാതകമോ ഒന്നും നടക്കില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ആരും കുറ്റം പറയണ്ട കേട്ടോ. അപ്പോൾ നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.